വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉള്ളത്. അതിരപ്പള്ളിയിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, ഒരേ ദിവസം രണ്ട് വാർത്തകൾ നിറയുന്നത്, ഒന്ന് ആനയെ കാട് കയറ്റാനുള്ള ശ്രമവും മറ്റേത് ആനയെ തിരിച്ച് കാട്ടിൽ നിന്ന് താഴേക്ക് കൊണ്ടുവന്ന് ചികിത്സ നൽകാനുള്ള ശ്രമവും. അങ്ങനെ രണ്ട് വളരെ വൈരുദ്ധ്യമുള്ള രണ്ട് വാർത്തകളാണ് ഇന്നലത്തെ ദിവസം നമ്മൾ കൈകാര്യം ചെയ്തത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് ആ ആനകൾ വരുന്നത് കാണാം. ഇന്ന് രാവിലെയാണ് കാട് കയറിപ്പോയ മസ്തകത്തിൽ പരിക്കേറ്റ ആന മറ്റ് ആനകളുടെ കൂടെ തിരിച്ചു വന്നിട്ടുള്ളത്. അതിരപ്പള്ളിയിൽ നിന്നുള്ള വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ചാലക്കുടി പുഴയിലൂടെയാണ് ഇപ്പോൾ ഈ ആനകൾ കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത്. കഴിഞ്ഞ ദിവസം ഈ ചാലക്കുടി പുഴയുടെ തീരത്തോട് ചേർന്നുള്ള ഒരു തുരുത്തിലായിരുന്നു ഈ പരിക്കേറ്റ ആന നിന്നിരുന്നത്. അവിടെ വെച്ചാണ് ആനയ്ക്ക് ചികിത്സ നൽകാനുള്ള ശ്രമം തുടങ്ങിയത്. പക്ഷെ ആന വളരെ പെട്ടെന്ന് തന്നെ കാട്ടിലേക്ക് കയറി പോവുകയായിരുന്നു. ഇന്നലെ മുഴുവൻ ആ ആനയെ കണ്ടെത്താനുള്ള ശ്രമം നടന്നിരുന്നു. ഇപ്പോൾ ഇതാ ആന കൂടെ മറ്റ് 4 ആനകളെയും കൊണ്ടാണ് തിരിച്ചു വരുന്നത്. അനുമോദ്, ഇത് ദൗത്യത്തിൽ നമുക്കിപ്പോ ഇങ്ങനെ രാവിലെയാണ് വളരെ ലൈറ്ററായി ഇതൊക്കെ പറയാമെങ്കിലും ദൗത്യത്തെ സംബന്ധിച്ച് ഇത് വളരെ വലിയ വെല്ലുവിളിയാണ്. കാരണം ഈ 4 ആനകൾ ഉള്ളപ്പോൾ അതിൽ ഒരാനയെ ഡാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. മലപ്പുറത്തെ വാർത്തകൾ കേട്ടില്ലേ? അപ്പം ഇന്ന് അനുമോദ് അതിരപ്പള്ളിയിലാണെന്നേ ഉള്ളൂ. മലപ്പുറത്താണെങ്കിൽ അനുമോദ് നോക്കേണ്ട വാർത്തയാണ്. വളരെ വൈരുദ്ധ്യമുള്ള 2 വാർത്തകൾ അല്ലേ? തീർച്ചയായും ഈ മലപ്പുറത്താണെങ്കിലും അതിരപ്പള്ളി ആണെങ്കിലും ആനകളാണ് വാർത്തകളിൽ നിറയുന്നത്. ഇപ്പോൾ മലപ്പുറത്ത് ഇനി ആന ഇറങ്ങുകയാണെങ്കിൽ വീണ്ടും നമ്മൾ ആ ആനയുടെ വാർത്തകളിലേക്ക് പോകേണ്ടി വരും. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കേണ്ട അതിരപ്പള്ളിയിലെ വിശേഷങ്ങളാണ്. ഇതിൽ ശ്രീജ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ആനയെ ഒറ്റപ്പെടുത്തി അതിനെ മയക്കുവെടി വെക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു വെല്ലുവിളിയാണ്. നമ്മൾ മുമ്പ് പലപ്പോഴും PT-7 ദൗത്യത്തിൻ്റെ സമയത്തൊക്കെ അത് നേരിട്ട് കണ്ടതാണ്. ആനയെ കൂട്ടത്തിൽ നിൽക്കുന്ന ആനയെ ഒറ്റപ്പെടുത്തി വേണം ഇത് ചെയ്യുവാൻ. അതല്ലെങ്കിൽ ആനകൾ ഒരുപക്ഷെ കൂട്ടമായിട്ട് ആക്രമിക്കുകയോ ഒരുമിച്ച് ഈ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയാത്ത മേഖലകളിലേക്ക് കയറി പോവുകയോ ചെയ്യും. അപ്പോൾ ഒപ്പമുള്ള ആനകളെ ഓടിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ നമ്മൾ ഇത് പറയുമ്പോൾ ഒരുപക്ഷെ എത്രമാത്രം ശാസ്ത്രീയത ഉണ്ടെന്ന് പറയാൻ കഴിയുമെങ്കിൽ പോലും ഈ ആനകൾ ഒരു സാമൂഹ്യ ജീവി, മനുഷ്യനെ പോലെ തന്നെ സാമൂഹികമായിട്ട് നിൽക്കുന്ന ഒരു ജീവിയാണ്. ഒരു കൂട്ടമായിട്ടാണ് എപ്പോഴും ജീവിക്കുക. അപ്പോൾ ഈ ഒരു ആനയുടെ പരിക്കും ഈ ആനയുടെ ശാരീരിക സ്ഥിതിയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ആനയെ മറ്റാനകൾ കൂടെ കൂട്ടിയതാണോ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ വിമർശിക്കാം. അങ്ങനെ ആകണമെന്നില്ല, പക്ഷെ അതിൻ്റെ ഒരു സാധ്യത ഉണ്ടാകാം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ആന വനംവകുപ്പിൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഇത് പറമ്പിക്കുളം മേഖലയിൽ നിന്ന് വന്ന ഒരു ആനയാണ് എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ഈ ഒരു ആനയുടെ ശൈലിയും സ്വഭാവവും അതിൻ്റെ ഭക്ഷണ രീതിയെല്ലാം കണ്ട് നിരീക്ഷിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ അതിരപ്പള്ളി മേഖലയിലെ ആനകൾ ഏറ്റവും അധികം എണ്ണപ്പനയാണ് കഴിക്കുന്നത്. അതിൻ്റെ പനങ്കുലയും അതിൻ്റെ പട്ടയും ഓലയും ഒക്കെയാണ് കഴിക്കുന്നത്. പക്ഷേ ഈ ആന അധികം കഴിക്കുന്നത് ആ പുല്ലും അതുപോലെയുള്ള ഈറ്റ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതായത് അതിൻ്റെ ഒരു ഭക്ഷണ ശൈലിയുള്ളത് പറമ്പിക്കുളം മേഖലയിലെ അല്ലെങ്കിൽ അതിരപ്പള്ളി മേഖലയിലുള്ള ആനകളുടേത് പോലെയല്ല. എന്നിരുന്നാൽ പോലും ഈ ആനകൾക്ക് ഇടയിലുണ്ടായ ഒരു സംഘർഷത്തിൽ ഇതിന് പരിക്കേൽക്കുന്നു. പക്ഷേ എന്നിട്ടും ഈ ആന ആ മേഖലയിൽ തന്നെ തുടരുന്നു. മറ്റാനകളുമായിട്ട് ഒരുമിച്ച് പോകുന്നു. അത് ഒറ്റപ്പെട്ടു പോകുന്നില്ല, ഒറ്റയാനായിട്ട് നടക്കുന്നുമില്ല. സ്വാഭാവികമായിട്ടും ഈ ആനകൾ തമ്മിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാമൂഹിക ജീവിയാണ് ആന എന്ന് പല വിദഗ്ധരും നിരീക്ഷകരും ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഈ ആനയുടെ ഈ കൂട്ടം കൂടിയുള്ള നടക്കുന്ന സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. അപ്പോൾ അവരുടെ കൂട്ടത്തിലെ ഒരു ആനയെ മറ്റ് ജീവികൾ ആക്രമിക്കുക, മറ്റാരെങ്കിലും അതിനെ എതിർക്കുകയോ ചെയ്യുമ്പോൾ ഈ ആനകൾ കൂട്ടമായിട്ടാണ് അതിനെ പ്രതിരോധിക്കുക. സമാനമായൊരു സാഹചര്യം തന്നെയായിരിക്കും ഈ ആനയെ ഡാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ കാണേണ്ടി വരും. കാരണം മറ്റാനകളിൽ നിന്നും ഇതിനെ മാത്രം ഒറ്റപ്പെടുത്തി അതിനെ മയക്കുവെടി വെച്ച് ഒരു 3-4 മണിക്കൂർ ദൈർഘ്യം വരുന്ന ആ ഒരു ചികിത്സാ നടപടികൾ പൂർത്തീകരിക്കുക എന്നുള്ളത് തികച്ചും വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. ഇതിൽ ആനയെ അവിടുന്ന് മാറ്റി നിർത്തുകയാണ് പ്രധാനപ്പെട്ട വെല്ലുവിളി. അതോടൊപ്പം ആനയെ ഉൾവനത്തിലേക്ക് കയറി പോകാതിരിക്കാനുള്ള നടപടികൾ കൂടി കൈക്കൊള്ളുക എന്നുള്ളതാണ്. ആദ്യ ദിവസം ഈ ആളുകളുടെ സാന്നിധ്യമൊക്കെ ഈ ആനയെ ഭീഷണിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതൊക്കെ ആനയെ പേടിപ്പിക്കുന്നതാണ്. കൂടുതൽ ആളുകളുടെ സാന്നിധ്യവും അത്തരത്തിലുള്ള സാഹചര്യങ്ങളും. അപ്പോൾ പൂർണ്ണമായിട്ടും ആളുകളെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഈ വനാന്തർ ഭാഗത്തേക്ക് പോകാതെ റബ്ബർ പ്ലാന്റേഷൻ മേഖലയിൽ തന്നെ നിർത്തി ചികിത്സ നൽകാനുള്ള നടപടികളായിരിക്കും ഉണ്ടാവുക.
എന്താണെങ്കിലും കഴിഞ്ഞ ദിവസത്തെയൊക്കെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരും കൂടുതൽ വൈദ്യ സംഘത്തിലുള്ളവരൊക്കെ ഇതിൽ ഉൾപ്പെടും ഇന്നത്തെ ദിവസത്തെ ദൗത്യത്തിൽ എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. മാധ്യമങ്ങൾക്ക് ഇന്നിപ്പോൾ രാവിലെ നമ്മൾ ഇതിന്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിഞ്ഞത് ചാലക്കുടി പുഴയുടെ തീരത്തായതുകൊണ്ടാണ്. ഇനി അത് ഉൾക്കാട്ടിലേക്കോ ആ റബ്ബർ പ്ലാന്റേഷന്റെ ഭാഗത്തേക്കോ പോവുകയാണെങ്കിൽ നമുക്ക് ആർക്കും തന്നെ അതിനെ കാണാൻ കഴിയില്ല. കാര്യം അവിടേക്കുള്ള വഴിയെല്ലാം പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ദൗത്യത്തിന്റെ വിശദാംശങ്ങൾ നമുക്ക് വനം വകുപ്പ് കൃത്യമായ ഇടവേളകൾ നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ ദൗത്യത്തെ സംബന്ധിച്ച് ആനയെ കണ്ടെത്തി എന്നുള്ളതാണ് അതിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. പക്ഷേ വെല്ലുവിളി നിറയുന്ന സാഹചര്യം അത് ഒറ്റയ്ക്കല്ല, കൂട്ടമായിട്ടാണ് എന്നുള്ളതാണ്. ശ്രീജ. അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ദൃശ്യങ്ങളിൽ നമുക്ക് ഈ ആനയെയും ഒപ്പം ആനയുടെ കൂടെ ഇറങ്ങി വന്ന മറ്റാനകളെയും ഒക്കെ കാണാം. രാവിലെ അതിരപ്പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. ചാലക്കുടി പുഴയിൽ ഇപ്പോൾ വെള്ളം കുടിക്കാനെത്തിയ ആനക്കൂട്ടത്തെയാണ് നമ്മൾ കാണുന്നത്. ഇതിൽ ഒരാനയ്ക്കാണ് മസ്തകത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. ഈ ആനയുടെ ചികിത്സയാണ് ഇപ്പോൾ ഈ ആനക്കൂട്ടം കൂടെയുള്ളത് കൊണ്ട് തന്നെ ഒരു വെല്ലുവിളിയായി നിൽക്കുന്നത്. പക്ഷേ ദൗത്യം വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് വനംവകുപ്പിന്റെ തീരുമാനം. CV അനുമോദാണ് അതിരപ്പള്ളിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.